കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും പാരമ്യതയിലെത്തി നിൽക്കുന്ന പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കലുകളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാം, പെൻഷൻ 1600 നിന്നും 2000 രൂപയായി മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും എത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആശ, അംഗനവാടി പ്രവർത്തകർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ എന്നിവർക്ക് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഓണറേറിയത്തിൽ നിന്നും 100 രൂപ വർദ്ധിപ്പിച്ച് നൽകി. അതിനോടൊപ്പം തന്നെ പാലിയേറ്റീവ് നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. CDSകളുടെ പ്രവർത്തനങ്ങൾക്ക് 1000 രൂപ ഗ്രാൻറ്റായി അനുവദിച്ചു. PSC മുഖേന ഈ സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകിയ ഗവൺമെൻറ്. രാജ്യത്തെമ്പാടും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഏകദേശം 32,000-ലധികം തസ്തികകൾ ഒരു വർഷം സ്ഥാപിച്ചെടുത്ത് അവയിൽ ഉദ്യോഗാർത്ഥികളെ നിയമിച്ച ഗവൺമെൻറ്. ഇന്ത്യയിലാകമാനം PSC മുഖാന്തരം നിയമിക്കുന്ന നിയമനങ്ങളിൽ 80% കേരള PSC നിയമനത്തിലൂടെ നൽകി എന്നുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ടെക്നോ പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചിൻ വാട്ടർ മെട്രോ, K-ഫോൺ 1 ലക്ഷം പേർക്ക് ഇതിനോടകം തന്നെ കണക്ഷൻ നൽകി. BPLകാർക്ക് സൗജന്യ കണക്ഷൻ നൽകി. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മൃതിയടഞ്ഞ പദ്ധതികൾ നമുക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ പുനരുജ്ജീവിപ്പിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്ററെ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ഗോകുലിൻ്റെ നേതാവാണ്. BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ. ദേശീയപാത വികസനം 7,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ച് ദേശീയപാത വികസനം ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇന്ന് കേരളത്തിൽ കേൾക്കാൻ പോലും ഇല്ലാത്ത ഒരു കാര്യമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ 5,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബിയെ പറ്റി പരസ്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെയും BJPയുടെ നേതാക്കന്മാരും ആക്ഷേപം ഉന്നയിക്കുമ്പോഴും തങ്ങളുടെ മണ്ഡലത്തിൽ, തങ്ങളുടെ പ്രദേശങ്ങളിൽ കിഫ്ബിയുടെ വികസനം ഇത്ര കോടി രൂപ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ചർച്ചകളിലേക്ക് വരുമ്പോൾ വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള BJPയും കോൺഗ്രസും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കള്ള ദുഷ്പ്രചാര വേലയാണ്. നിങ്ങൾ നോക്കൂ, ദുഷ്പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കർണാടകത്തിൽ ഭൂമി ഇടപാടിൽ 500 കോടി രൂപ തട്ടിച്ചു എന്ന് കൃത്യമായി ഡോക്യുമെൻ്ററി എവിഡൻസ് അടക്കം തെളിയിക്കപ്പെട്ടയാളാണ്. സംഘടനാ സെക്രട്ടറി, ഇവരുടെ മുഖ്യ പ്രചാരകനായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 48 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്ത് ആ ബാങ്കിനെ ഏറ്റവും ദുഷ്കരമായ നിലയിലേക്ക്, കിട്ടാക്കടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവിടെ നഗരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തിരുമല അനിൽ, BJPയുടെ ജനകീയ മുഖമായിട്ടുള്ള തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ആനന്ദ് K. തമ്പി, ഈ 2 പേരുടെ, ഞാൻ അതിൽ സന്തോഷിക്കുന്നതല്ല, അവർ 2 പേർ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഹതഭാഗ്യരായിട്ടുള്ള 2 പേരുടെ ചോര ഉണങ്ങുന്നതിന് മുൻപെയാണ് നമ്മുടെ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ പറയുന്ന സഹോദരി ആത്മഹത്യാ ശ്രമം നടത്തി. ഇങ്ങനെ ഈ നാട്ടിൽ BJPയും കോൺഗ്രസും നടത്തുന്ന കള്ളപ്രചാര വേലയ്ക്കപ്പുറത്തേക്ക് ഈ നാട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.